ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി മനഃപൂർവ്വം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവഗണിച്ചു പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവരെ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറി നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിലും വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ അവഗണിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ആ ഒരു പേഴ്സൺ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ദ മജീഷ്യൻ കാർഡാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. നൈറ്റ് ഓഫ് കപ്സ്, ഫൈവ് ഓഫ് വാൻസ്, ദ എംപ്രസ് കാർഡ്, Ten of Pentacles, Seven of Wands, Seven of Pentacles, the Emperor card, Four of Cups, Seven of Cups, Eight of Wands, Ace of Swords. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് എന്താണെന്ന് നോക്കാം. ദ ഹൈ പ്രിസ്റ്റീസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവഗണിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് എന്തിനാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പം ആദ്യമേ തന്നെ നമുക്കിവിടെ മജീഷ്യൻ കാർഡും അതുപോലെ നൈറ്റ് ഓഫ് കപ്സുമാണ് കിട്ടുന്നത്. അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായ സമയത്ത് ഈ ഒരു പേഴ്സൺ വളരെ ഒരു സ്നേഹപൂർവ്വം വളരെ റൊമാൻറ്റിക് സ്വഭാവമുള്ള ഒരു വ്യക്തിയുമാക്കിയായിട്ടാണ് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഒരു സ്നേഹമൊക്കെ നിങ്ങളോട് തുറന്ന് പ്രകടിപ്പിക്കുകയും അതുപോലെ മെസ്സേജുകളൊക്കെ നൽകുകയും വളരെയധികം കെയർ ചെയ്യുകയും വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്കൊരു പ്രത്യേകതരം ഫീലിങ്സുകൾ നൽകി വളരെ സന്തോഷം നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഒരു മാനിപ്പുലേഷൻ ഒരു ക്യാരക്ടർ നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ശരിക്കും പറയാൻ സത്യസന്ധമായ ഫീലിങ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടും അതിൽ ഒരു സത്യസന്ധത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ദെൻ ഫൈവ് ഓഫ് വാൻഡ്സ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നീട് ഈഗോ ക്ലാഷസ് ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പം അവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രയോറിറ്റി, അത് ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട്. ഈ ഒരു ഈഗോ ക്ലാഷും ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അത് ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കൂട്ടി അവരെ അത് മാനസികമായി വളരെയധികം തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. തളർത്തി അവരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലേക്ക് നയിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. കാരണം ഇവിടെ ഒരു എംപ്രസും അതുപോലെ 10 ഓഫ് പെന്റക്കിൾസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിൽ അവരൊരു സ്റ്റെബിലിറ്റി കണ്ടിരുന്നു, ഒരു ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഒരു സാധ്യതയും അവർ നിങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് കണ്ടതുകൊണ്ടാണ് അവരിപ്പോൾ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഒരു പ്രഷർ തോന്നുകയും അങ്ങനെയാണ് ആ ഒരു നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പായിട്ട് അവർ വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അവർ ശരിക്കും അവിടെ
പേടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തൊക്കെയോ കുറെ കാരണങ്ങൾക്ക് അവർ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ആളുകളുടെ എനർജീസ് ആണ് കൂടുതലായിട്ട് കിട്ടുന്നത്. കാരണം ഒരു കാഷ്വൽ എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിലുള്ള എന്തോ ഒരു കാര്യങ്ങൾ ഇവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട്നെസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളായിരിക്കാം. അത് ഈ ഒരു പേഴ്സണെ വളരെ അട്രാക്ട് ചെയ്യുകയും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് വരികയും ചെയ്ത സമയത്ത് ഇവർ ഇത്രയും ഒരു സീരിയസ് ആയിട്ട് ഇത്രയും ഒരു ഡെപ്തിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പോകുമെന്ന് മനസ്സിലായ അല്ലെങ്കിൽ പോയ സമയത്ത് അവർ പേടിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മറ്റെന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് ഓപ്പോസിറ്റ് സൈഡിലുണ്ട് പേടിക്കേണ്ട തക്കതായ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വരുന്നത് 6 of Wands അതുപോലെ എംപറർ കാർഡുമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അവർ നിങ്ങളെ അവഗണിച്ചും മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു ഈഗോ വളരെയധികം ശക്തമാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ച് ഈഗോ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 5 of Wands എനർജിയിൽ. ഇവിടെ 6 of Wands അവർക്ക് ആ ഒരു ഈഗോ അവരുടെ കൂടെ ഉള്ളതായിട്ട് ആ എംപറർ എനർജിയും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അവര് നിയന്ത്രണം കൈവശം വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് എല്ലാം കൺട്രോൾ ചെയ്യണം, ഞാനായിരിക്കണം എല്ലാത്തിന്റെയും ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അവരെ ഒരു വീക്കായിട്ട് തോന്നുന്നത്, മറ്റുള്ളവര് അവരെ ഒരു വീക്ക് പേഴ്സൺ ആയിട്ട് ചിന്തിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു സ്ട്രെങ്തും അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസും വിലയും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതായത് ഒരു ക്യൂരിയോസിറ്റി തോന്നി. ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. എന്നാൽ വീണ്ടും അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം അവരുടെ കൺട്രോളിൽ നിങ്ങളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഒന്നും കഴിയാതെ വന്നു. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയുകയും നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് അവിടെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരെ ഒത്തിരി മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ആ ഒരു മാനിപ്പുലേഷൻ ഒന്നും അവിടെ നടന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് കണ്ടപ്പോൾ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി തോന്നി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ അല്പം ഒന്ന് അകലം പാലിച്ച് നിന്നത് എന്നാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ 7 of Pentacles എനർജി നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഒരു ദൂരേക്ക് മാറി ഒരു സെപ്പറേഷനിലേക്ക് പോയിരിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് ആ ഒരു സെപ്പറേഷനിൽ നിന്നുകൊണ്ട് അവര് നിങ്ങളുടെ ഒരു പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ട് ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വളരെ ഒരു സീരിയസ് ആയി പോകുന്ന സമയത്ത് ഒരു പേടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇവിടെ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ ഇവര് മൂടി വെച്ചിരിക്കുന്ന കുറെ സത്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇവര് മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു സത്യങ്ങൾ അതാണ് ഇവർ പേടിക്കുന്നത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നത് തന്നെ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു കൺട്രോൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ വന്നത് തന്നെ. പക്ഷെ അതവിടെ നടക്കാതെ വന്നപ്പോൾ അവര് അടുത്തതായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു നമ്പർ എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിലൊരു കാര്യമാണ് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരിത് നമ്മളിവിടെ 7 of Pentacles നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവർ ദൂരേക്ക് മാറി എന്ന് നോക്കിയാണ് നിങ്ങളുടെ പ്രതികരണം എന്താണ്. ഞാനിപ്പോ സൈലന്റ് ആയി അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് മാറി, അപ്പൊ നിങ്ങളുടെ പ്രതികരണം എന്താണ്, നിങ്ങളെ ഒറ്റപ്പെടുത്തി അല്ലെ അവഗണിച്ചു എന്നൊക്കെയാണ് ആ ഒരു പേഴ്സൺ തന്നെ ചിന്തിക്കുന്നത്. എന്നിട്ട് അവർ മാറി സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് പ്രതികരിക്കും, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി 4 of Wands വരുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സ്ഥിരതയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് പോകാനുള്ള ഒരു ശക്തമായ സാധ്യത ഉണ്ടായിരുന്നു. കാരണം അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവര് അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അവർക്ക് വേറെ എന്തൊക്കെയോ കുറെ പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. അവര് ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് ഓപ്ഷൻസ്, നമ്മൾ ഈ 7 of Cups വരുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ഓപ്ഷൻസും ചിന്തകളും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളല്ലാതെ പല വ്യക്തികൾ അവർക്കുണ്ട്, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളുണ്ട് അവർക്ക് പോകാനായിട്ട്, അവർക്ക് കയറി ചെല്ലാനായിട്ട് ഒരു ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ഓപ്ഷനാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നതിലേക്ക് അവര് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അവിടെ തന്നെ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തതിനാൽ അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ജസ്റ്റ് സെപ്പറേഷനിലേക്ക് പോയി സൈലന്റ് ആയി എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാരണങ്ങളൊക്കെയാണ് നിങ്ങളെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് അവര് കണ്ടെത്തിയ ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ
പിന്നെ 8 ഓഫ് വൺസ്, ഏസ് ഓഫ് സോൾസ്, ഈ 2 കാർഡുകൾ വന്നിട്ടുണ്ട്. ഒരു സമയത്ത് അവര് സത്യം നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഒരു സാധ്യതയുള്ളതാണ് നമുക്കിവിടെ കാണാം. അപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് അവർ തുറന്നു പറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള, അതായത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ തീർക്കേണ്ടുന്ന ഒരു കോൺവെർസേഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ അതിനു മുന്നും അങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നെങ്കിൽ അതിനു മുന്നും അവർക്ക് സ്വയം ഒരു ബോധ്യം വരണം. താൻ എന്താണെന്നും തനിക്ക് എന്താണ് ഡിസേർവ് ചെയ്തിട്ടുള്ളതെന്നും ഒക്കെ അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ്, അവർക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാഠങ്ങളൊക്കെ പഠിച്ച് അവർ വന്നതിന് ശേഷം മാത്രമാണ് ഈ റിലേഷൻഷിപ്പിന്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂ അവർ മനസ്സിലാക്കുകയും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാനൊക്കെ അവർക്ക് സാധിക്കുള്ളൂ എന്നാണ് കാണുന്നത്. ആ ഒരു അങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് അവർ കുറെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഹൈ പ്രിസ്റ്റസ് കാർഡാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. അവരുടെ മനസ്സിൽ ഒരു രഹസ്യമുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് കാർഡുകളിൽ വന്നിരിക്കുന്നതെല്ലാം തന്നെ അത് തന്നെയാണ്. അവരുടെ മനസ്സിലൊരു രഹസ്യമുണ്ട്. പൂർണ്ണമായിട്ടും അവരത് പുറത്ത് കാണിച്ചിട്ടില്ല. അവരുടെ ഫീലിങ്സുകളൊന്നും അവർ പൂർണ്ണമായിട്ടും പുറത്ത് കാണിച്ചില്ല. കാരണം മാനിപ്പുലേറ്റിംഗ് എനർജി നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ വേറെ ഒരു പേഴ്സൺ, ഒരു തേർഡ് പാർട്ടി ഉണ്ടാകാം. അതായിരിക്കാം അവർ രഹസ്യമായിട്ട് മറച്ചു വെച്ചിട്ടുള്ളത്. ആ ഒരു മനസ്സിൽ രഹസ്യമുണ്ട്. പൂർണ്ണമായിട്ടൊരു ഫീലിങ്സ് അവർ പുറത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. സൈലന്റ് ആയിട്ട് നിങ്ങളെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പം ഇവിടെ ഈ ഒരു നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോകാനുള്ള പ്രധാന കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് പേടിയാണ്. അതായത് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ കൂടെ നടത്താനായിട്ട് അവർ എന്തിനെയൊക്കെയോ ആരെയൊക്കെയോ പേടിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല. അതുപോലെ കൺട്രോളിങ് മനോഭാവം അവർക്കുണ്ട്. കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അതും അവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം നിങ്ങൾ നല്ല കറക്റ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ പറയാനും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും കഴിവുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവർക്ക് നടക്കാത്തത് കൊണ്ട് അവർ നിങ്ങളെ വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ ഒരു ഓപ്ഷൻ എടുക്കണോ എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. അതും ഇവിടെ ഒരു കാരണമാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട്. അപ്പൊ നിങ്ങളുടെ വില കണ്ടപ്പോൾ അവർക്കൊരു ഇൻസെക്യൂരിറ്റി തോന്നി എന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. അപ്പൊ ആ ഒരു നിങ്ങളെ ഒരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനോ ഒരു രീതിയിൽ തളർത്താനോ ഒന്നും ഒരു രീതിയിലും അവർക്ക് കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റാത്തത് തോന്നി ആ ഒരു സമയത്ത് അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതും ഇത് ഒരു സെപ്പറേഷന് കാരണമായിട്ടുണ്ട്. നിങ്ങളെ അവോയ്ഡ് ചെയ്യാനൊരു കാരണമായിട്ടുണ്ട്. പിന്നെ ഒരു ശരിക്കുമുള്ള റിയാലിറ്റി നേരിടാനുള്ള ഒരു പേടി അവർക്കുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് വളരെയധികം സീരിയസ് ആയി ഡീപ്പിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വളരെയധികം ടെൻസ്ഡ് ആണ്. അവർ എന്തൊക്കെയോ അവർ പേടിക്കുന്നു. ആ ഒരു റിയാലിറ്റിയെ ഫേസ് ചെയ്യാനായിട്ട് അവർ പേടിക്കുന്നു എന്നുള്ളതാണ്. അവര് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നതല്ല, അവരുടെ ഉള്ളിലുള്ള ശരിക്കും ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ ഫീലിങ്സ് പുറത്തേക്ക് വരുന്നില്ല. അവര് ദൂരത്തേക്ക് പോകുകയാണ് നിങ്ങളെ അവഗണിച്ച് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു സെയിം കാർഡുകൾ വെച്ചിട്ട് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ എംപ്രസ് എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകം തന്നെ വിലയേറിയ ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ റീഡിങ്ങിൽ മനസ്സിലായിട്ടുണ്ട്. അവരെ പിന്തുടരുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ട് തിടുക്കപ്പെടുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്. കാരണം അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, അവർക്ക് വേണമെന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഒരു കാരണങ്ങൾ കൊണ്ട് അവരിങ്ങനെ സെപ്പറേഷനിലേക്ക് മാറി നിൽക്കുകയാണ്, ഒരു ഈഗോയും കാര്യങ്ങളും ഒക്കെ കൊണ്ട്. അപ്പം സ്വയം അവര് ഒരു വില മനസ്സിലാക്കി തിരിച്ചു വരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം നിങ്ങളുടെ വില മനസ്സിലാക്കുക, സ്വയം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവരെ നിങ്ങളെ നഷ്ടപ്പെടാനായിട്ട് പോകുന്നു എന്ന് അവർക്കൊരു ബോധ്യം വരണം. ആ ഒരു സമയത്ത് മാത്രമേ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു അർജ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സൈലൻസ് ആണ്. വളരെയധികം വിശദീകരണങ്ങളൊക്കെ ചോദിക്കലൊക്കെ നിർത്തുക, ചോദ്യം ചെയ്യലുകൾ ഒഴിവാക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. എല്ലാം തുറന്നു പറയേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. അവർ ചെയ്യുന്ന പോലെ തന്നെ സൈലൻസ് ചിലപ്പോൾ ഏറ്റവും വലിയൊരു പവർ ആണ് എന്നുള്ളൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അവര് ഇനി
എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സമയം കഴിയുമ്പോൾ അവർക്കൊരു കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ആ ഒരു സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുക. അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ഒരു തവണ വരുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു പകുതി സ്നേഹം നൽകുന്ന ആ ഒരു രീതി എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ സംസാരിക്കുക. ഓക്കെ, അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഒരു ക്ലിയർ ഇന്റൻഷൻ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ഒരു നല്ല ഈഗോ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവരുടെ ഒരു ഈഗോ പവർ വെച്ചിട്ട് അവർ കളിക്കുന്ന കുറെ ഗെയിമുകളുണ്ട്. ഈ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങൾ, അതിലൊന്നും കുടുങ്ങരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവര് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും ആ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുക, ആ ഒരു ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റെസ്പെക്ട് നൽകാത്ത ഒരു ബന്ധവും ഒരിക്കലും നിൽക്കില്ല എന്നൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ അവർ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 8 ഓഫ് വാൻഡ്സും അതുപോലെ ഏസ് ഓഫ് സോൾസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സാധ്യതയുണ്ട്, പക്ഷെ അത് അവരുടെ ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നൽകുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ശരിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു പേഴ്സൺ. അതുകൊണ്ട് തന്നെ വളരെയധികം നിങ്ങളോട് ഫീലിങ്സും കാര്യങ്ങളൊക്കെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കലും വിട്ടിട്ട് പോകില്ല എന്നുള്ള ഒരു കാര്യം യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് റെസ്പെക്ട് ചെയ്യുക, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക, ഒരു ഇന്നർ സ്ട്രെങ്ത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി കാത്തിരിക്കണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണമോ എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷെ ഇത് ഒരു കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുക അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് ഈ ഒരു പേഴ്സണെ കാത്തിരിക്കുക എന്നർത്ഥമല്ല. അവരിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ്, അവർക്കൊരു ക്ലാരിറ്റി വരാനായിട്ടൊരു സമയം വേണം. ആ ഒരു ഷോർട്ട് പീരിയഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ലോങ് ടേം സാക്രിഫൈസ് ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ട എന്നുള്ളതാണ്. ഒരു ഷോർട്ട് പീരീഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിനുള്ളിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒരു വാല്യൂ ഉള്ള, നിങ്ങൾ വളരെ വിലയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ അവരുടെ പുറകെ നിന്ന് ചേസ് ചെയ്യേണ്ട ഒരു വ്യക്തി അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പിന്നാലെയാണ് അവർ വരേണ്ടത്. നിങ്ങളിപ്പോൾ മൂവ് ഓൺ ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് അഡോപ്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു റിയലൈസേഷൻ വരാനായിട്ടുള്ള ഒരു സാധ്യത കൂടുള്ളൂ. അപ്പം ആ ഒരു സ്നേഹത്തിന്റെ ഫ്ലോ നിങ്ങളിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബന്ധം ഫ്യൂച്ചറിൽ ഉണ്ടാകണമെങ്കിൽ ഒരു ക്ലിയർ കോൺവെർസേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകണം. അപ്പോൾ ഒരു മെച്യൂർ കമ്മിറ്റ്മെന്റ് വേണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്ലിയർ കോൺവെർസേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുകയും അതുവഴി ഒരു പക്വമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ കടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു അവരുടെ ഈഗോ വിട്ടിട്ടില്ലെങ്കിൽ ആ ഒരു സെയിം പാറ്റേണിൽ, ഈഗോ വിടാതെ തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ഈഗോയൊക്കെ വിട്ടിട്ട് നല്ല രീതിയിൽ തിരിച്ചു വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു ലൈഫിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലൈഫ് സ്റ്റോപ്പ് ചെയ്ത് അവർക്ക് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങളുടെ ഗ്രോത്ത്, ഹാപ്പിനെസ് ഇതിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അവർ ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും തിരിച്ചു വരും. ഇനി വരാത്ത പക്ഷം അത് നിങ്ങളുടെ ഒരു നഷ്ടമല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മൊത്തം ഒരു ക്ലോഷറിലേക്ക് പോകാതെ ഇമോഷണലി ഡിറ്റാച്ച് ചെയ്യുക. ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഒരു ഡോർ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യേണ്ട, പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തരുത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇത്തരം കാര്യങ്ങളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ നമുക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. പക്ഷെ അവർക്ക് ആ ഒരു കൺട്രോൾ പവർ അവരുടെ കൈ കിട്ടണം. അതുപോലെ കുറച്ച് ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അവരെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുമുണ്ട്. പല സമയത്തും നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് ഇവർക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ ഒരു സ്നേഹമുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷന് പോയി നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് നിങ്ങൾക്കില്ലാത്തതിനേക്കാൾ കൂടുതൽ വിഷമമാണ് ഇവർക്കുള്ളത്. നിങ്ങൾക്കുള്ളതിനേക്കാൾ ഒത്തിരി കൂടുതൽ വിഷമമാണ് ഇവർക്കുള്ളത്. പക്ഷെ ഇവർ ആ ഒരു കാര്യങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്തു നോക്കാം. അപ്പൊ എന്താണ് നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിലെ ഒരു ഫീലിങ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച്
സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, നിങ്ങൾക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, എനിക്ക് നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാനത് ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ഞാനത് മറച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ ഈ ഒരു സമയത്ത് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്ത് മാറ്റേഴ്സ് വന്നാലും എന്താണെന്നുണ്ടെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഐ നോ ഐ ഹേർട്ട് യു. എനിക്കറിയാം ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എനിക്ക് ഒത്തിരി വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്, അത് ഞാൻ എൻ്റെ ചിരിയുടെ മറവിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, ഐ എം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഓക്കെ, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ഒരു പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർ ഈ ഒരു സമയത്ത് പറയുകയാണ്. ലവ് മീ ദാറ്റ്സ് ഓൾ ഐ ആസ്ക് ഓഫ് യു. ഓക്കെ, നിങ്ങളിൽ നിന്ന് വേറെ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല, ഒരു സ്നേഹം മാത്രം, എന്നെ സ്നേഹിക്കണം എന്ന് മാത്രം ഒരു കാര്യമാണ് അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Okay, clues related to this reading. Okay, first clue നമുക്ക് 1111 എന്നൊരു റേഞ്ചൽ നമ്പർ ആണ്. 1983, 1989, golden color, feels past life connection, social media, letter N, number 29, follow new trends. നമ്പർ 29 വീണ്ടും കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡ്, ആർട്ടിസ്റ്റ്, ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ വി, നമ്പർ 21, ഗവൺമെന്റ് സർവീസ്, 1992, നമ്പർ 2, 1984, നമ്പർ 6. ഓക്കെ, അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലെറ്റർ വൈ, പർപ്പിൾ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വെച്ചിരിക്കുന്നു. അതുപോലെ ഒക്ടോബർ മന്ത്. ലെറ്റർ ഒ, ലെറ്റർ എസ്, 1976, നമ്പർ 12, നമ്പർ 34, നമ്പർ 23, നമ്പർ 9, നമ്പർ 26, നവംബർ മന്ത്, 1996, ഗ്രീൻ കളർ, ലെറ്റർ എക്സ്, എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. തൃശ്ശൂർ ജില്ല, ഡ്രൈവർ, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ആലപ്പുഴ ജില്ല, നമ്പർ 55, ലെറ്റർ കെ, ലെറ്റർ എച്ച്, ഐസ്ക്രീം ലവർ, എറണാകുളം, റീഡിംഗ്, 1998 ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒരു കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.